ഞാൻ പറഞ്ഞില്ല എനിക്കിന്ന് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി. എന്നോട് നിൽക്കുന്ന പറഞ്ഞിട്ട് ഞാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു വാക്കുണ്ട്, വണ്ടിയിലൊക്കെ പണ്ടാരം പെട്രോളും ഇല്ല. ഞാൻ ഓട്ടോ വിളിച്ചാലും പോകുമെന്ന് വിചാരിച്ചു. ഇത് തിരിച്ച് ഓട്ടോയിൽ തന്നെ പെട്രോൾ വാങ്ങി വന്നാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെ മനസ്സിൽ ഓർത്തു. ഭാഗ്യത്തിന് പെട്രോൾ പമ്പ് വരെ പോയി. പിന്നെ അവിടെ നിന്ന് പെട്രോൾ അടിച്ചു. പെട്രോൾ അടിക്കുമ്പോഴാണ് നിങ്ങളെ ഞാൻ വിളിച്ചത്. ഒരു ഗുണ്ടയും വന്നില്ല. ഇത് ഓലപ്പാമ്പ് കാണിച്ചിട്ട് മറ്റേ ലവളുമാരെ പണിയാൻ മനസ്സിലായ. അവനെ പിന്നെ വെല്ലുവിളിച്ചിട്ട് അവനെ ആ വൈക്ക് വരും കണ്ടില്ല. 100,000 ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ അതിലൊരുത്തി ഭയങ്കര സാമർഥ്യമാണ്. അതിൻ്റെ ബാക്കിൽ നിന്ന് കളിക്കാൻ മറ്റവൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. നിനക്ക് എണീച്ചിക്കാൻ ജീവനില്ലല്ലോ, എന്നാലും കുഴുത്തിരുമ്പിന് ഒരു ഇതുമില്ല അല്ലേ. പിന്നെ ഈ പറഞ്ഞ സ്ഥിതിക്ക് നിനക്കെങ്കിലും അവിടെ വന്നൂടെ ഇടി. ഒരുത്തി വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ലേ, വന്നുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓലപ്പാമ്പിനെങ്കിലും വിട്ടുകൂടായിരുന്നോ? ഈ വെല്ലുവിളിച്ച് വെറുതെ ആയിപ്പോയല്ലോ എന്നാണ്. എന്തായാലും ഞാൻ ആ വെല്ലുവിളിച്ച് കയറിച്ചു. ഞാൻ അവിടെ എത്തി. എന്നായാലും മരിക്കണം. ഞാൻ നോക്കിയിട്ട് പണ്ടാരടങ്ങി മരിക്കണതേ ഇല്ല. ഞാൻ വിചാരിച്ചു വീട്ടിലെങ്കിലും കൊന്ന് അങ്ങനെ ഇരിച്ചാവാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ നടക്കുന്നേ. പിന്നെ മരണം കാത്തു കഴിയുന്നു വേഴാമ്പലാണ് ഞാനെന്നുള്ള കാര്യം ഇവളുമാർക്ക് അറിയാണ്ട് പോയല്ലോ എന്നാണ്. പിന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെയൊക്കെ ഒരുത്തേക്ക് ചട്ടി പോലും വാങ്ങാനുള്ള പൈസ ഇല്ലാത്തവളാണ്. പിന്നെ എന്നെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിഡ്ഢിത്തരം പറയരുത് വിളിച്ച്. എല്ലായിടത്തും CCTV ആണെന്നുള്ള കാര്യം ഓർക്കണം. ഇവിടെ നമ്മളെവിടെയും CCTV, എല്ലായിടത്തും CCTV ഉണ്ട്. അങ്ങനെ വെറുതെ പോകാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം. കൊണ്ടുവരുന്ന വണ്ടി സഹിതം പോലീസ് ഹാക്ക് ചെയ്യും. പിന്നെ നീയൊക്കെ മറ്റേ അംബാനീൻ്റെ മക്കളൊന്നും അല്ലല്ലോ കേസ് എഴുതി തള്ളാനൊന്നും. പിന്നെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേരള പോലീസ് ഹാക്ക് ചെയ്ത് കൊണ്ടുവരും എന്നുള്ള കാര്യം ഓർമ്മ വേണം. പിന്നെ നമ്മൾ വലിയ ആളാണ്, ആനയാണ്, കുതിരയാണെന്നൊന്നും ചിന്തിക്കണ്ട. അപ്പം ഞാനായാലും ശരി, ആരെ അടിക്കാൻ പോയാലും പിടിക്കാൻ പോയാലും എല്ലായിടത്തും CCTV ഉണ്ട്, മനസ്സിലായോ? അപ്പം ചോദിക്കും നീല്ലേ അവനെ അടിക്കാൻ പോയതൊന്നും. അത് അവൻ്റെ കയ്യിലിരിപ്പ് കാരണം ഒന്ന് കൊടുത്തന്നേ ഉള്ളൂ. എന്നെ എത്ര വിളിച്ചു, ഞാൻ അടിച്ചു, അത്രേ ഉള്ളൂ. നമ്മളത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആയി. എന്നാലും അടിച്ചുവിട്ട മുറുക്കൻ പാമ്പിനെ പേടിക്കണമെന്നല്ലേ. പിന്നെ വെറുതെ ഇരിക്കുകയല്ല. അവൻ കേട്ടില്ല എന്ന് ഞാൻ പോണ വഴിക്ക് അവനെ കണ്ട് പൊക്കി വന്നു എന്നോട്. ഞാൻ പടാ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് കഴിഞ്ഞു. എന്നാലും പറയുമ്പം ഇവളുമാർക്ക് പിന്നെ ഞാൻ പറയാം, ഒരുത്തേക്ക് ഷഡ്ഡി വാങ്ങാൻ പോലും പൈസ പറ്റുക, മറ്റവർക്ക് എണീച്ചിരിക്കാൻ ജീവനില്ല. അതുകൊണ്ട് പിന്നെ ഇവന്മാരെ പേരെല്ലാം കിട്ടും. കാരണം ഇവന്മാരെ അമ്മ വീട് വിറ്റ്